പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെമ്പുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാഭിഷേകവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കർത്താവ് എനിക്ക് ബോധ്യം നൽകിയ ഒരു കാലം മുതൽ 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ആ തീ ഇറങ്ങും. തിരുവനന്തപുരത്ത് ഡിസംബർ മാസം അവസാനം യുവജനങ്ങളുടെ ധ്യാനം നടക്കുകയായിരുന്നു, താമസിച്ചുള്ള ധ്യാനം. യൂത്ത് ഇതൊന്നും പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും വിശ്വസിക്കാത്തവരാണ് കൂടുതലും. പക്ഷെ ഞാൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഈ ധ്യാനം തീരുന്നത് ഞായറാഴ്ച ദിവസമാണ്. ശനിയാഴ്ച രാത്രിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ധ്യാനം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കാത്തിരുന്നത്, എനിക്ക് ആ ബാക്കി ദിവസങ്ങളൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് ശനിയാഴ്ച വൈകിട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. ശനിയാഴ്ച വൈകിട്ട് മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണും. നിങ്ങളുടെ മേൽ സെഗിയോൻ മാളികയിൽ ഇറങ്ങി വന്ന അതേ തീ ഇറങ്ങി വരുന്നത് ഞാൻ കാണും. നിങ്ങളതിപ്പോൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുകയാണ്. ആ തീ ഇറങ്ങി വരും. അന്ന് അവരത് വിശ്വസിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ശനിയാഴ്ച രാത്രി ആ മക്കൾ ഓരോരുത്തരുടെ മേലും അവർക്ക് ശരീരത്തിൽ ആ പരിശുദ്ധാത്മാഭിഷേകം താങ്ങാൻ പറ്റാതെ നല്ല തണ്ടും തടിയുള്ള വലിയ ചെറുപ്പക്കാർ, നല്ല ശരീരമുള്ളവർ, ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് നിലത്തോട്ട് പോവാണ്. താങ്ങാൻ പറ്റുന്നില്ല. ആ പരിശുദ്ധാത്മാഭിഷേകം താങ്ങാൻ പറ്റാതെ ആ ഹോള് മുഴുവൻ ആ മക്കൾ വീണ് കിടക്കുകയാണ്. അതായത് ദൈവാത്മാവിൻ്റെ ആ സാന്നിധ്യം അവരുടെ ശരീരത്തിൽ ഏക്കാൻ പറ്റാതെ ആ തീ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് മുതൽ ആൾ മാറുകയാണ്. അതിനുശേഷം അവരയച്ച ഇമെയിൽ സന്ദേശങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നോ? വേദപുസ്തകം കെട്ടുകഥയല്ല. അന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കും. എന്നോട് ഒരു മകള് ചോദിച്ചു കഴിഞ്ഞ പെന്തക്കോസ്തിക്ക് മുമ്പ്, അച്ഛാ, ഞാനൊരു ഹൈന്ദവ യുവതിയാണ്, എനിക്ക് പെന്തക്കോസ്തി എൻ്റെ ജീവിതത്തിൽ നടക്കുമോ? ഞാൻ ഒരു നിമിഷം ഒന്ന് സന്ദേഹിച്ചു. മാമോദീസ കിട്ടില്ലല്ലേ മോളെ? ഇല്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അപ്പസ്തോല പ്രവർത്തനം 10 ഓർമ്മ വന്നു. കൊർണേലിയൂസ് എന്ന വിജാതി എൻ്റെ വീട്ടുമുറ്റത്ത് പത്രോസ് ലീഗ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാമോദീസ മുങ്ങാത്ത
വിജാതീയരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിനുശേഷമാണ് അവർ മാമോദീസ മുങ്ങിയത്. അതിനുശേഷമാണ്. ഞാൻ പറഞ്ഞു അപ്പസ്തോല പ്രവർത്തനം 10 സത്യമാണെങ്കിൽ എൻ്റെ പൊന്നു മോളെ, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. ഇന്നെൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ആ മകളെ കാണുന്നതാണ്. എന്തോ ഒരു തീ! ആ പെന്തക്കോസ്താ തിരുനാളിൽ ആ പാവം മകള് കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ നിറയണം, എൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ തീ ഇറങ്ങി കത്തിജ്വലിക്കണം എന്ന് ആഗ്രഹിച്ചു. കർത്താവ് അത് ചെയ്തു. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ സന്ദേഹിക്കരുത്, സംശയിക്കരുത്, നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നമുക്കൊരു തീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്ന് കത്തണമെങ്കിൽ ഇന്ന് തീ ഉണ്ടാവണം. 15 കൊല്ലം മുമ്പ് തീ ഉണ്ടായിരുന്നു, 25 കൊല്ലം മുമ്പ് തീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് തീ കത്തണം. ഇന്ന് ഈ മിനിറ്റിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. പഴയ നിയമത്തിൽ നിയമം ഉണ്ടായിരുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ നിയമം ഇങ്ങനെയാണ്: ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. അതായത് ആദ്യത്തെ തീ ദൈവം കത്തിക്കും, പിന്നെ ഈ തീ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആദ്യത്തെ തീ ദൈവമാണ് കത്തിക്കുന്നത്. ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആദ്യത്തെ തീ കത്തിക്കുന്നത് ദൈവമാണ്. ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം, നിങ്ങൾ ബൈബിൾ തുറക്കണം. ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം. ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കാമോ? അഹറോൻ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു. പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. അവർ കാളയുടെയും മുട്ടാടിൻ്റെയും കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ്വലയും എടുത്തു. അവർ മേധസ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതെ വെച്ചു. അവൻ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തെ കുറകും അഹറോൻ കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. അതിനുശേഷം അഹറോൻ ജനത്തിൻ്റെ നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി വന്നു. മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്ത് വിളിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എന്നെ ശ്രദ്ധിക്കുക, പശ്ചാത്തലം ഞാൻ പറയാം. ഈ ലേവ്യരുടെ പുസ്തകം വിവരിക്കുന്നത് ഏതാണ്ട് 1 മാസത്തെ സംഭവങ്ങളാണ്. 1 മാസം. ഉൽപ്പത്തി പുസ്തകം നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. പ്രപഞ്ചോൽപ്പത്തി മുതൽ ജോസഫിൻ്റെ മരണം വരെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം. പുറപ്പാട് പുസ്തകം ഏതാണ്ട് 400ഓളം വർഷങ്ങളുടെ ചരിത്രമാണ്. ലേവ്യരുടെ പുസ്തകം 1 മാസത്തെ ചരിത്രമാണ്. ഇവിടെ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, ലൊക്കേഷൻ സീനായി മലയാണ്. സീനായി മലയാണ്. ആ മലയിൽ നിന്ന് കൽപ്പനയുമായി ഇറങ്ങി വന്ന മോശ തൻ്റെ ജനത്തോട് അരുളി ചെയ്ത ദൈവം പറഞ്ഞ വാക്കുകളാണിത് ലേവ്യരുടെ പുസ്തകം. എന്നെ ശ്രദ്ധിക്കണം, പശ്ചാത്തലം, ടൈം ഞാൻ പറഞ്ഞു, ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ പുസ്തകത്തിൽ ദൈവം പറഞ്ഞ പ്രകാരം, പുറപ്പാട് പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലുമായി ദൈവം പറഞ്ഞ പ്രകാരം മോശ ഒരു സമാഗമ കൂടാരം പണിതു. ആ സമാഗമ കൂടാരത്തിൻ്റെ ആദ്യത്തെ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഒരു ബലിപീഠമാണ്. ആദ്യം സമാഗമ കൂടാരത്തിലേക്ക് ഒരാൾ കയറിയാൽ ആദ്യം കാണുന്നത് ബലിപീഠമാണ്. സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ബലിയാണ്, ബലിപീഠമാണ്. അതായത് ആദ്യത്തെ ആത്മീയ വളർച്ചയ്ക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സ്തുതിപ്പല്ല, ബലിയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് വർഷിപ്പല്ല, ബലിയാണ്, സാക്രിഫൈസ് ആണ്.
അനേകം ആളുകൾ ദൈവാനുഭവത്തിൽ അഭിഷേകത്തിലും വളരാത്ത എന്തുണ്ടെന്നറിയാമോ? വർഷിപ്പുണ്ട്, സാക്രിഫൈസ് ഇല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്തുതിപ്പുണ്ട്, ബലിയില്ല. ബലിയിലാണ് ആത്മീയ വളർച്ച ആരംഭിക്കുന്നത്. ബലി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബലിയിലാണ് ആത്മീയ വളർച്ച ആരംഭിക്കുന്നത്. അങ്ങനെ ബലിപീഠം പണിതിട്ട് 5 ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞു. ദഹന ബലി, സമാധാന ബലി, ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. 5 ബലി അർപ്പിക്കണം. 5 ബലി അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ബലി. ശ്രദ്ധിക്കാമോ? ബലി. അപ്പൊ ഈ ബലിപീഠത്തിൽ, ആ ബലിപീഠത്തിൽ തീയുണ്ട്. മോശ സമാഗമ കൂടാരം തയ്യാറാക്കി ബലിപീഠം ദൈവം പറഞ്ഞതുപോലെ പണിതു. ദൈവം പറഞ്ഞതുപോലെ ബലിപീഠം പണിതു. പക്ഷെ തീയില്ല അതിനകത്ത്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ആദ്യം അതിനകത്ത് തീയില്ല. ആദ്യത്തെ തീ ആരാണ് കത്തിച്ചത്? അതാ നമ്മളിപ്പോൾ വായിച്ചത്. എല്ലാം തയ്യാറാക്കി വെച്ചു, ബലിയെല്ലാം അർപ്പിക്കാനുള്ള ഒരുക്കമെല്ലാം ചെയ്തു, വിറകെല്ലാം അടുക്കി വെച്ചു. ഈ ബലിയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫയർ, ദ ഒറിജിനൽ ഫയർ ഹാസ് ബീൻ ലിറ്റ് ബൈ ദ ഓൾമൈറ്റി ലോർഡ്. സ്വർഗത്തിൽ നിന്നാണ് ആദ്യത്തെ തീ വന്നത്. ഒറിജിനൽ ഫയർ ഓൾവേസ് ഹാസ് ടു കം ഫ്രം എബവ്. മേളിൽ നിന്ന് വന്നാലേ അത് ഒറിജിനൽ ആവൂ. താഴെ നിന്ന് വരുന്ന തീ ഒറിജിനൽ അല്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഫേക്ക് ഫയറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഫയറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫയർ എന്ന് പറയത്തേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തീ പോലിരിക്കും, പക്ഷെ തീ അല്ല. ആദ്യത്തെ, അതാണ് ഇപ്പോൾ വായിച്ചത് 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത്. അഹറോൻ ദൈവം പറഞ്ഞ പോലെ എല്ലാ ബലി അർപ്പിച്ചു, കഷ്ടപ്പെട്ടു, ത്യാഗം ചെയ്തു, മുട്ട നിന്നു, ഉപവസിച്ചു, സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുത്തു, പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചു, അനുസരിച്ചു, വിധേയപ്പെട്ടു. അപ്പോഴാ തല ജീവിതങ്ങളിൽ തീ കത്തിയത്. നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ? ചില ജീവിതങ്ങൾ തീ പിടിച്ചെങ്ങനെന്നറിയാമോ? ആ ഒറിജിനൽ ഫയർ മേളിൽ നിന്ന് വന്നതാണ്. അത് വന്നത് എപ്പോഴെന്നറിയാമോ? ബലി നടന്നു. ബലിയില്ലാത്ത ഒരു ജീവിതത്തിലും തീ ഇറങ്ങി വരില്ല. ബലിയില്ലാത്ത ഒരു ജീവിതത്തിലും തീ ഇറങ്ങി വരില്ല. തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഒരുത്തൻ്റെ ജീവിതത്തിലും തീ ഇറങ്ങി വരില്ല. ദൈവത്തിൻ്റെ പാറ്റേൺ ഇതാണ്. ഇത് മനസ്സിലാക്കിയാണ്. ദൈവത്തിൻ്റെ പാറ്റേൺ ഇതാണ്. അതായത് അഹറോൻ എല്ലാം ബലിയും, സമാധാന ബലി, ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എല്ലാം അർപ്പിച്ചിട്ട് അഹറോൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അർപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം മുറിച്ച് തയ്യാറാക്കി വെച്ചു, നീരാജനം ചെയ്തു. നീരാജനം ചെയ്തെന്ന് പറഞ്ഞാൽ വേ ഓഫറിംഗ് ആണ്. അത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. എൻ്റെ സഹനം, എൻ്റെ കണ്ണുനീര്, എൻ്റെ പരിത്യാഗം, എൻ്റെ നഷ്ടങ്ങൾ, എൻ്റെ ഗതികേട്, എൻ്റെ പരാജയം, ഞാൻ ഏറ്റ ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ, നീരാജനം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം സമർപ്പിച്ചിട്ട് തീ വന്നിട്ടില്ല. അപ്പോൾ അഹറോൻ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദ ഫസ്റ്റ് ഒറിജിനൽ ഫയർ അതിങ്ങിറങ്ങി വന്നു. ബലിപീഠത്തിൽ അത്തി അങ്ങ് കത്തി. ഇനി ദൈവം പറഞ്ഞു, 6-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. 3 തവണ പറയുന്നുണ്ട്, ബലിപീഠത്തിലെ തീ കെട്ടുപോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒറിജിനൽ ഫയർ കർത്താവ് കത്തിച്ചു. ഇനി നമ്മുടെ ജോലി എന്താണ്? ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം, കെട്ടുപോകരുത്. തീയാണിത്, കെടാം. തീയുടെ സാധ്യത ആളിക്കത്താം, കെട്ടുപോകാം. തീക്ക് 2 ഡയമെൻഷനിലും സാധ്യതയുണ്ട്. ആളിക്കത്തുകയും ചെയ്യാം, കെട്ടുപോവുകയും ചെയ്യാം. അപ്പൊ ദൈവം പറഞ്ഞു, ഈ തീ കെട്ടുപോവല്ലേ. 6-ാം അധ്യായത്തിൽ 3 തവണ പറയുന്നുണ്ട്, ഈ തീ കെട്ടുപോവല്ലേ. അപ്പൊ പുരോഹിതന്മാരുടെ ഒരു ജോലിയായിരുന്നു, എല്ലാ ദിവസവും സമാഗമ കൂടാരത്തിൽ രാവിലെയും വൈകിട്ട് വന്ന് തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ബലിപീഠത്തിൽ ഒരു തീ കത്തിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണേ. 9-ാം അധ്യായത്തിൽ അപ്പൻ ബലി അർപ്പിച്ച് തീ ഇറങ്ങി വന്ന്
ജനം എന്നാ ചെയ്തു? സാഷ്ടാംഗം വീണു. അപ്പൊ നോക്കിയപ്പോ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തു. ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നു. ജനമെല്ലാം ഇങ്ങനെ വണ്ടറടിച്ച് നിന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ നാട്ടിലെല്ലാം സംസാര വിഷയമായി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് 2 ചെറുപ്പക്കാരവിടെ നിൽക്കുകയാണ് 10-ാം അധ്യായത്തിൽ. ആ ചെറുപ്പക്കാരുടെ പേരാണ് അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും. ഒരിടത്ത് ഒറിജിനൽ ഫയർ, ശ്രദ്ധിക്കണം നിങ്ങളിത്, ഒരിടത്ത് ഒറിജിനൽ ഫയർ. ഈ ഒറിജിനൽ ഫയർ ഉണ്ടാവുമ്പോൾ ആളുകൾ കൂടും, ആളുകളത് ശ്രദ്ധിക്കും, മനുഷ്യർ സാഷ്ടാംഗം വീഴും, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഇത് കണ്ടുകൊണ്ട് 2 പേരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ തീ, ആളുകൾ വിസ്മയഭരിതരായി. അപ്പോൾ അവർ വിചാരിച്ചു നമുക്കൊരു തീ ഉണ്ടാക്കിക്കളയാം. അവരെന്തെന്നറിയാമോ? അവരവരുടെ ധൂപകലശങ്ങളെടുത്ത് അതിനകത്ത് അവർ തന്നെ ഒരു തീ കത്തിച്ച് അവരതുമായിട്ട് അങ്ങിറങ്ങി. പ്രിയപ്പെട്ട മക്കളെ, ഈ 2 സാധ്യതയുണ്ട് സഭയിൽ. ഒറിജിനൽ ഫയറും ഉണ്ട്, സ്വയം കത്തിച്ച തീയും ഉണ്ട്. ഇത് 2 സാധ്യതയാണ്. അതായത് ഒറിജിനൽ കണ്ടപ്പോൾ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ആളുകൾ ഇറങ്ങും. തിരിച്ചറിയാൻ പറ്റില്ല, കണ്ടാൽ 2ഉം തീയാണ്. തിരിച്ചറിയാൻ പറ്റില്ല. ഒരെണ്ണം ദൈവം കത്തിച്ചതാണ്, മറ്റേത് മനുഷ്യൻ കത്തിച്ചതാണ്. മനുഷ്യൻ കത്തിച്ചതിനൊരു പ്രശ്നമുണ്ട്. മനുഷ്യൻ കത്തിച്ചത് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ വായിക്കുന്നത്, ക്രോധത്തിൻ്റെ തീ ഇറങ്ങി അത് മുഴുവൻ കത്തി നശിച്ചു. എല്ലാവരും ഇല്ലാതായി, എല്ലാവരും നശിച്ചു. ദൈവത്തിൻ്റെ തീ ദേവാലയം സ്ഥിതി ചെയ്ത കാലത്തോളം കത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ തീയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? മക്കബായരുടെ പുസ്തകം എടുക്കും, നിങ്ങൾക്ക് മടുപ്പില്ലെങ്കിൽ. ഇത്തിരി ആഴമുള്ള കാര്യങ്ങളാണ്, പക്ഷേ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മക്കബായരുടെ പുസ്തകത്തിൽ ഈ തീ അവർക്ക് ഒരു കാലത്ത് നഷ്ടപ്പെട്ടു. അടിമത്തത്തിലേക്ക്, ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോയി കഴിഞ്ഞപ്പോൾ ഈ തീ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? 2 മക്കബായർ 1-ാം അധ്യായത്തിലാണ്. 2 മക്കബായർ 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോകുന്നതിന് മുമ്പ് ജെറമിയായ്ക്ക് അറിയാമായിരുന്നു ദേവാലയം നശിപ്പിക്കപ്പെടും, ദേവാലയം കത്തിക്കരിഞ്ഞ് ചാമ്പലാവും, അന്ന് ബലിപീഠം കത്തി ഇല്ലാതാവും, അന്ന് ദൈവം കത്തിച്ച ഈ ഒറിജിനൽ ഫയർ അതില്ലാതാവും. അതുകൊണ്ട് ജെറമിയ എന്ത് ചെയ്യുന്നറിയാം? വായിച്ചോ. കിസ്ലേവ് മാസം 25-ാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ്. കാരണം കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമിയ ബലികളർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ്. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. ഇത് ഒറിജിനൽ ഫയറാണ്, അതായത് ദൈവം കത്തിച്ച ഫയറാണ്. ആ ഫയർ ദേവാലയം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. പേർഷ്യക്കാർ വരികയാണ്. അപ്പോൾ ദേവാലയം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ പുരോഹിതന്മാർ ഈ ഒറിജിനൽ ഫയറിൽ കുറച്ചെടുത്ത്, എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. തീ എങ്ങനെ കൊണ്ട് ഒളിച്ചു വെക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇവിടെ പറയുന്നു, ഒറിജിനൽ ഫയർ എടുത്ത് കുറച്ചെടുത്ത്, ചിലപ്പോൾ ആ വിറക് കൊള്ളി ആയിരിക്കും, കുറച്ചെടുത്ത് ഒളിച്ചു വെച്ചു. ശ്രദ്ധിച്ചോ? അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമിയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. കേട്ടെ, തീ കെട്ടുപോയി, പക്ഷേ ഒറിജിനൽ ഫയറാണ്, അത് കെട്ടുപോയി, ഇപ്പൊ തീയില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു കൊഴുത്ത ദ്രാവകം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. തീയില്ല,
ഒരു കൊഴുത്ത ദ്രാവകം. പേടിക്കൊന്നും വേണ്ട, ഒറിജിനൽ ഫയറാണ്. അതങ്ങനൊന്നും പോവില്ല. ഇതിപ്പോൾ വെള്ളം പോലെ കിടക്കുന്നേ. നെഹമ്യ പറഞ്ഞ അതെടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. വായിച്ചേ. അത് കോരിക്കൊണ്ടുവരാൻ നെഹമ്യ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ശുശ്രൂഷക, നീ കേൾക്കത്. അതായത് ഒറിജിനൽ ഫയർ നിന്നിൽ എന്നെങ്കിലും ഒരിക്കൽ കത്തിയിട്ടുണ്ടെങ്കിൽ 10 മാസത്തേക്ക് നീ വീട് പൂട്ടി അകത്തിരുന്ന് മന്ദിച്ചിരുന്നാലും നാളെ ഒരു വെയിലടിച്ചാൽ ഇത് കത്തും. ചത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേസമയം മനുഷ്യൻ കത്തിച്ച തീയാണ് നിനക്കുള്ളതെങ്കിൽ 4 മാസം കഴിഞ്ഞ് നീ ശുശ്രൂഷ നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വി നീഡ് ദാറ്റ് ഒറിജിനൽ ഫയർ. കർത്താവ്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വല്ലോനും കത്തിച്ച തീ എനിക്ക് വേണ്ട. എനിക്ക് പരിശുദ്ധാത്മാവ് കത്തിച്ച തീ മതി. ആരേലും കത്തിച്ച തീ എനിക്ക് വേണ്ട. ഏതെങ്കിലും ധ്യാനകേന്ദ്രം കത്തിച്ച തീ എനിക്ക് വേണ്ട. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒറിജിനൽ ഫയർ. ചത്തി പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ചേ. അപ്രകാരം ചെയ്തപ്പോൾ അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം നെഹമ്യായിടത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു. വി നീഡ് ദാറ്റ് ഒറിജിനൽ ഫയർ. ഒറിജിനൽ ഫയർ വരണം. അത് വന്നാൽ പീഡനങ്ങൾക്ക്, പ്രതികൂലങ്ങൾക്ക്, പോരാട്ടങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് ഈ തീ കെടുത്താൻ പറ്റില്ല. ഓരോ തിരിച്ചടി വരുമ്പോഴും ഈ തീ കൂടുതൽ ശക്തിയോടെ കത്തിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഓരോ പ്രതികൂലം വരുമ്പോഴും പിന്നെ ആവേശമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒറിജിനൽ ഫയർ, അതാണ് പെന്തക്കോസ്തിയിൽ സംഭവിച്ചത്.